ഹലോ, എനിക്കിന്ന് പെരുന്നാള് എൻ്റെ താത്താടെ വീട്ടിലാണ്. ഇതാണ് താത്താടെ വീട്. അവിടെ വീട് പുതുക്കി പണിയാണ്. അവര് വീട് വെച്ചിട്ട് ഒരു 18 വർഷം കഴിഞ്ഞ്. അപ്പൊ കുറച്ച് മെയിൻ്റെനൻസ് വർക്ക് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. വീടൊക്കെ പഴയ തന്നെ, വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇത് അവരെ ജ്യേഷ്ഠന്റെ വീടാണ്. തൊട്ടടുത്താണ് അവരെ ജ്യേഷ്ഠന്റെ വീട്. ഇതാണ് എൻ്റെ വീട്. ഒരു കോമ്പൗണ്ടിൽ തന്നെ ഞങ്ങൾ 8 ആൾക്കാരെ വീടുകളുണ്ട്. മെയിൻ റോഡിൽ നിന്ന് ഒരു സർവീസ് റോഡ് വരും. ആ വഴി വന്ന ഈ ഒരു കോമ്പൗണ്ടിലാണ് ഞങ്ങൾ 8 വീടുകളും നിൽക്കുന്നത്. ജ്യേഷ്ഠനിയന്മാരുള്ള 8 വീടുകളും ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ വീട്ടിൽ പെയിൻറ്റിങ് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ച് ഭാഗം പെയിൻ്റ് അടിച്ചു. പിന്നെ പണിക്കാർ ലീവായിക്കുക, പെരുന്നാളും മഴയൊക്കെ ആയ കാരണം അവർ ലീവായതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടൊക്കെയാണ്. അപ്പോൾ ഇന്ന് പെരുന്നാളായതുകൊണ്ട് തന്നെ ഞാനൊരു 11 മണിക്കാണ് പോയത്. രാവിലെ നേരത്തെ പോകാൻ പറ്റിയില്ല. 11 മണിയായപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോണത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, എല്ലാതും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വീടിൻ്റെ അകംഭാഗമൊക്കെ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. ഈ റൂമുകളൊക്കെ പഴയ തന്നെ, റൂം, സിറ്റ് ഔട്ട് അതൊക്കെ പഴയ തന്നെ. കിച്ചൺ മാത്രം ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഇന്റീരിയർ വർക്ക് മാത്രം ചെയ്തിട്ടുണ്ട്. മറ്റുള്ളതൊക്കെ പഴയ തന്നെ, വേറൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവരെ ഡൈനിങ് ടേബിളൊക്കെ കിച്ചണിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് സെറ്റ് ആക്കിയിട്ടുള്ളത്. എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ കിച്ചൺ ഒരു സുന്ദരിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ തന്നെ ഫ്രിഡ്ജും ഒക്കെ സെറ്റ് ചെയ്യല്. ഇത് അവരെ വർക്ക് ഏരിയ ഭാഗമാണ്. അവിടെയാണ് വാഷും ഒരു വാഷ് ബേസിനും ചെറിയൊരു ഡൈനിങ് ടേബിളും ഇട്ടിട്ടുള്ളത്. ഞാൻ പോയപ്പോൾ തന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നു. പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡൊക്കെ പുറത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം പുറത്താവുമ്പോൾ ഒന്നും കൂടി റിലാക്സ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുഡൊക്കെ പുറത്തായിരുന്നു. ഫുഡിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്ന് എല്ലാവരും വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതും നോക്കിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് സമയം അവിടെ ഇരുന്ന് ചിക്കൻ പൊരിക്കലൊക്കെ ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ്. അപ്പോൾ എവിടെ പോയാലും ചക്കയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചക്ക ഒന്ന് മുറിച്ച് ഞങ്ങൾ അതും കഴിച്ച് അങ്ങനെ ചോറൊക്കെ ദമ്മിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ വിശേഷം. ഓക്കേ.